അൺറിയൽ എഞ്ചിൻ എല്ലാവരും ഇതിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നറിയാം. യെസ്, ഈ ലിസ്റ്റിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഗെയിം എഞ്ചിൻ അൺറിയൽ എഞ്ചിൻ ആണ്. നിങ്ങൾക്കൊരു കിടിലൻ 3D റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗെയിം അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള 3D ഗെയിമോ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എഞ്ചിനായിരിക്കും നല്ല ഓപ്ഷൻ. അൺറിയൽ എഞ്ചിനിലാണ് നെക്സ്റ്റ് വിച്ചർ ഗെയിം ഡെവലപ്പ് ചെയ്യുന്ന ന്യൂസ് വന്നതായിരുന്നു. ഇത് മാത്രമല്ലാതെ പല പോപ്പുലർ ടൈറ്റിൽസും ഇതിലാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ക്രോം ഡൈനോൻ്റെ ആ ലെവൽ ഡിസൈൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തത് അൺറിയൽ എഞ്ചിൻ 5ലാണ്. ആനിമേഷൻസ് നോക്കണ്ട, അത് മായയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. ഓൾസോ ഇതിന് മുന്നേ ഡ്രോപ്പ് ചെയ്ത ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. ഈ കാണുന്ന ലെവൽ കംപ്ലീറ്റ്ലി ഡിസൈൻ ചെയ്തതും അൺറിയൽ എഞ്ചിനിലാണ്. ഇത് കൂടാതെ ഈ പ്രൊഡക്റ്റ് വിഷ്വലൈസേഷൻ 3D ലോഗോ ആനിമേഷനൊക്കെ ചെയ്തതും അൺറിയൽ എഞ്ചിൻ യൂസ് ചെയ്താണ്. ഇതുപോലെ നിങ്ങൾക്ക് പെയ്ഡായിട്ട് വർക്ക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ ചെയ്തുതരാം. ഇനി നെക്സ്റ്റ് എൻ്റെ വരാനിരിക്കുന്ന പാന്തർ ഡെവലപ്പ് ചെയ്യുന്നതും അൺറിയൽ എഞ്ചിൻ 5ലാണ്. എപ്പിക് ഗെയിംസിൻ്റെയാണ് ഈ അൺറിയൽ എഞ്ചിൻ. അതേപോലെ ഇവരുടെ മെറ്റാ ഹ്യൂമൻ ക്രിയേറ്ററിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഹ്യൂമൻസിനെ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ പ്രൊജക്ട്സിന് യൂസ് ചെയ്യാം. ഇതിൽ ജസ്റ്റ് മോഡൽ മാത്രമല്ല, ടോപ്പ് ടു ബോട്ടം ആ 3D ക്യാരക്ടറിൻ്റെ കംപ്ലീറ്റ് റിഗും നമ്മൾക്ക് കിട്ടും. ഫേസ് എക്സ്പ്രഷൻസ് അടക്കമാണ് ഞാൻ പറയുന്നത്. അത് കംപ്ലീറ്റ്ലി നമുക്ക് യൂസ് ചെയ്ത് ആനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ക്യാരക്ടറിനെ വീഡിയോ ഗെയിംസ്, നിങ്ങളുടെ ആനിമേഷൻ വീഡിയോസിനൊക്കെ യൂസ് ചെയ്യാം. വീഡിയോ ഗെയിംസിന് മാത്രമല്ല, ഫിലിം ഇൻഡസ്ട്രിയിലും ഈ അൺറിയൽ എഞ്ചിൻ വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം കൊച്ചിയിൽ വെച്ച് നടന്ന പോപ്കോൺ ഇവൻറ്റിൽ വൺ ഓഫ് ദ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് വന്ന ഡയറക്ടർ ജിതിൻ ലാൽ, അദ്ദേഹം അവരുടെ അപ്കമിങ് മൂവിയായ ARMൽ അൺറിയൽ എഞ്ചിൻ യൂസ് ചെയ്തതിനെ പറ്റി അവിടെ വെച്ച് പറഞ്ഞതായിരുന്നു. അവർ പറയുമ്പോൾ ഞാൻ വീഡിയോ കവർ ചെയ്തിട്ടില്ല, പക്ഷേ ആ സമയം ഞാൻ അവിടെ ഉണ്ടായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചതായിരുന്നു. അതേപോലെ ഡയറക്ടർ ലോകേഷ് കനകരാജും അൺറിയൽ എഞ്ചിന് അടുത്ത് വരുന്ന മൂവീസിൽ യൂസ് ചെയ്യാൻ ചാൻസസ് കൂടുതലാണ്. അൺറിയൽ എഞ്ചിൻ 5ൻ്റെ ഗ്രാഫിക്സ് ക്വാളിറ്റിനെ കുറിച്ച് ഞാൻ ഇനി എടുത്ത് പറയേണ്ട കാര്യമുണ്ടായില്ല. കാരണം 12th ഹവർ പോലെയുള്ള യൂട്യൂബ് ചാനൽസിൽ ഗെയിം റീമേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അൺറിയൽ എഞ്ചിൻ 5 ആണ്. അൺറിയൽ എഞ്ചിൻ 5ൽ വിഷ്വൽ സ്ക്രിപ്റ്റിംഗ് ഉണ്ട്. സോ നിങ്ങൾക്ക് അതിൻ്റെ ലോജിക്ക് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നല്ല നല്ല ഗെയിംസ് നിങ്ങൾക്ക് തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്.